നിവിൻ പോളിയുടെ അപ്കമിംഗ് ലൈനപ്പ് നോക്കാം. ബേബി ഗേൾ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയതാണ്. ഈ വർഷം ഒക്ടോബർ നവംബർ മാസത്തിലായിരിക്കും സിനിമയുടെ റിലീസ്. അഖിൽ സത്യൻ സംവിധാനം ചെയ്ത സർവമായ ഈ സിനിമ ഈ വർഷം ഡിസംബർ മാസത്തിലെ ക്രിസ്മസ് റിലീസായിട്ടാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഹൊറർ കോമഡി ജോണറിൽ വരുന്ന ചിത്രം കൂടിയാണിത്. ഡോൾബി ദിനേശൻ സർക്കിട്ട് സിനിമയുടെ ഡയറക്ടറായ തമർ ഡയറക്റ്റ് ചെയ്യുന്ന ചിത്രം കൂടിയാണ് ഡോൾബി ദിനേശൻ. ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ലുക്ക് വന്നതാണ്. ഒരു ഓട്ടോ ഡ്രൈവറുടെ വേഷത്തിലാണ് നിവിൻ പോളി ഈ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്. ബെൻസ് ലോകേഷ് കനകരാജിൻ്റെ യൂണിവേഴ്സിൽ പെടുന്ന ബെൻസ് എന്ന ചിത്രത്തിലെ വില്ലൻ വേഷമാണ് നിവിൻ പോളി കൈകാര്യം ചെയ്യുന്നത്. സിനിമയിൽ നായകനാവുന്നത് രാഘവ ലോറൻസ് ആണ്. കാർത്തി നായകനാവുന്ന മാർഷൽ സിനിമയിലും നിവിൻ പോളി വില്ലൻ വേഷം ചെയ്യുമെന്ന റിപ്പോർട്ടുകളുണ്ട്. പ്രേമലു ടീം നിവിൻ പോളിയും ഒന്നിക്കുന്ന ചിത്രമാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ്. ഗിരീഷ് ഷേഡി സംവിധാനം ചെയ്യുന്ന ഈ ഒരു ചിത്രം അദ്ദേഹത്തിൻ്റെ മുൻപത്തെ സിനിമകളൊക്കെ പോലെ തന്നെ റൊമാൻറ്റിക് കോമഡി ജോണറിലാണ് വരുന്നത്. മമിത ബൈജുവാണ് സിനിമയിലെ നായിക. ഈ വർഷം സെപ്റ്റംബർ മാസത്തിലായിരിക്കും സിനിമയുടെ ചിത്രീകരണം തുടങ്ങുന്നത്. ആക്ഷൻ ഹീറോ ബിജു 2 ഈ ഒരു സിനിമയുടെ ചിത്രീകരണം എന്ന് തുടങ്ങുമെന്ന കാര്യത്തിന് ഇതുവരെയും വ്യക്തത വന്നിട്ടില്ലെങ്കിലും നിവിൻ പോളിയുടെ അപ്കമിംഗ് ലൈനപ്പിൽ ഈ ഒരു സിനിമയുണ്ട്. ഡിയർ സ്റ്റുഡൻസ് നയൻതാര പ്രധാന റോളിലെത്തുന്ന ഡിയർ സ്റ്റുഡൻസ് എന്ന സിനിമയിൽ നിവിൻ പോളി എക്സ്റ്റൻഡഡ് ക്യാമിയോ റോളാണ് ചെയ്യുന്നത്. ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നതും നിവിൻ പോളിയാണ്. 7 കടൽ 7 മല ഈ ഒരു സിനിമയിൽ നിവിൻ പോളിയെ കൂടാതെ സൂര്യയും അഞ്ജലിയുമാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. റാമാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. സിനിമയുടെ റിലീസ് എന്നായിരിക്കും എന്നുള്ള കാര്യത്തിന് ഇതുവരെയും തീരുമാനമായിട്ടില്ല. സിനിമയുടെ ഡയറക്ടറായ റാം ഈ അടുത്തൊരു ഇൻ്റർവ്യൂവിൽ നിവിൻ പോളി റൊമാൻസും കോമഡിയൊക്കെ ഈ ഒരു സിനിമയിൽ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും സിനിമയ്ക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. അടുത്തതൊരു വെബ് സീരീസാണ്. ഫാർമ എന്ന ഈ ഒരു വെബ് സീരീസ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെയാണ് സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്നത്. എന്നാൽ സിനിമയുടെ സ്ട്രീമിംഗ് ഡേറ്റ് ഇതുവരെ ഫൈനലൈസ് ചെയ്തിട്ടില്ല. ലിസ്റ്റിലെ അവസാന ചിത്രം ആദിത്യ ചന്ദ്രശേഖർ സംവിധാനം ചെയ്യുന്ന മൾട്ടിവേഴ്സ് മന്മഥൻ. നിവിൻ പോളിയുടെ ആദ്യ സൂപ്പർ ഹീറോ ചിത്രം കൂടിയാണിത്. അതുപോലെ വിവിധ ഭാഷകളിൽ പാൻ ഇന്ത്യൻ റിലീസോട് കൂടിയായിരിക്കും സിനിമ വരാൻ പോകുന്നത്. ഈ വീഡിയോയിൽ പറയാത്ത ഏതെങ്കിലും സിനിമകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ പറഞ്ഞ സിനിമകളിൽ നിങ്ങൾ ഏറ്റവും അധികം കാത്തിരിക്കുന്ന നിവിൻ പോളി ചിത്രം ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക.